السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد. ഏറെ പ്രിയം നിറഞ്ഞ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ഏറെ പ്രാധാന്യപൂർവം കൽപ്പിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യത്യസ്ത സന്ദർഭങ്ങളിലൂടെ വ്യത്യസ്ത രൂപത്തിൽ ഏറെ പ്രോത്സാഹനം നൽകുകയും ചെയ്തതായ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഗൗരവത്തോടുകൂടിയും അതേ സന്ദർഭത്തിൽ തന്നെ നസീഹത്തോടുകൂടിയും ഓർമ്മപ്പെടുത്തുവാനാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു സംസാരത്തിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ പ്രാധാന്യമാണ്. ഇസ്ലാമിൽ ഇതിന് ഏറെ പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്നു. പക്ഷേ മറ്റേതൊരു വിഷയത്തിലും അലസതയും അവഗണനയും ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് എന്ന് നമുക്കറിയാം. ആ കൂട്ടത്തിൽ ഏറെ അവഗണിക്കപ്പെട്ടു പോയിട്ടുള്ള, ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഒരു വിഷയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക എന്ന കാര്യം. ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിൽ പ്രമാണങ്ങൾ എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്, വിഷയത്തിൻ്റെ ഗൗരവം എത്രത്തോളമാണ് എന്നൊക്കെ നമുക്ക് ഖുർആനിലൂടെയും ഹദീസിലൂടെയും മനസ്സിലാക്കാം. പരിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബ് 56-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല, വമലായികതഹു, അല്ലാഹുവിൻ്റെ മലക്കുകളും മുഖറബീങ്ങളായ മലക്കുകളും, യുസല്ലൂന അലൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തു ചൊല്ലുന്നു. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങൾ അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ മേൽ സ്വലാത്തും സലാമും നേരണം. ഇതാണ് സൂറത്തുൽ അഹ്സാബിലെ 56-ാമത്തെ ആയത്ത്. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറയുന്നു, ഏറെ ശ്രദ്ധിക്കുക, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ എന്നാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലും റസൂലിലും വിശ്വാസകാര്യങ്ങളിലും സത്യസന്ധമായി വിശ്വസിക്കുന്നവരെ, നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യമാണ് എന്നാണ് ഈ ഒരു വാക്കിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ വിശ്വാസികളായ, പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ വിശ്വസിക്കുന്ന ആളുകൾ ചെയ്യേണ്ട കാര്യമാണെന്ത്? സ്വല്ലു അലൈഹി, നിങ്ങൾ പ്രവാചകൻ്റെ മേൽ സ്വലാത്തു ചൊല്ലണം. വസല്ലിമു തസ്ലീമ, അതേപോലെ തന്നെ പ്രവാചകന് നിങ്ങൾ സലാമും നേരേണ്ടതുണ്ട്, സലാമിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ ഈ ആയത്തിലൂടെ വിശ്വാസികളായ ആളുകളോട് വളരെ ഗൗരവപൂർവം അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് പ്രവാചകന്റെ പേരിൽ സ്വലാത്തു ചൊല്ലണം എന്നാണ്. മാത്രമല്ല, ഈ ആയത്ത് തുടങ്ങുന്നത് നിങ്ങൾ നോക്കൂ. ഇവിടെ യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന ഈ ഒരു കൽപ്പന വരുന്നത് ആയത്തിൻ്റെ പകുതിയിൽ വെച്ചാണ്. പക്ഷേ ആയത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നത് എന്താണ്? വിഷയത്തിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി. നോക്കൂ നിങ്ങൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൃഷ്ടിച്ച, പ്രവാചകനായി തിരഞ്ഞെടുത്ത ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് നേരുന്നു. ആലോചിച്ചു നോക്കുക. അതിനുശേഷം മുഖറബീങ്ങളായ, അള്ളാഹുവിലേക്ക് ഏറ്റവും സാമീപ്യമുള്ള മലക്കുകൾ, ഏറ്റവും ശ്രേഷ്ഠരായ, ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്തവരായ, നിഷ്കളങ്കമായ ഹൃദയത്തിൻ്റെ ഉടമകളായ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വലാത്ത് ചൊല്ലുന്നു. അപ്പോൾ സാക്ഷാൽ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവും
മുഖറബീങ്ങളായ മലക്കുകളും ചെയ്യുന്ന ഒരു കാര്യം വിശ്വാസികളെ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതാണ് എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആയത്തിൻ്റെ തുടക്കവും വളരെ ഗൗരവമുള്ളതാണ്, പിന്നീടുള്ള കൽപ്പനയും ഏറെ ഗൗരവമുള്ളതാണ്. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല, വ മലായികതഹു, അല്ലാഹുവിൻ്റെ മുഖറബീങ്ങളായ മലക്കുകളും, യുസല്ലൂന അലൻ നബി, നബിയുടെ പേരിൽ സ്വലാത്തു നേരുന്നു. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങൾ പ്രവാചകന് സ്വലാത്തും സലാമും നേരണം. ഇതാണ് ഈ ആയത്തിലുള്ളത്. എങ്കിൽ എന്താണ് സ്വലാത്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്ത് നേരുന്നു, മലക്കുകൾ സ്വലാത്ത് നേരുന്നു, വിശ്വാസികളും അങ്ങനെ ചെയ്യണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര ഗൗരവത്തോടുകൂടി പറഞ്ഞിട്ടുള്ള സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഷാപരമായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വലാത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം പ്രാർത്ഥിക്കുക എന്നാണ്. പരിശുദ്ധ ഖുർആനിൽ കാണാം, ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ജനങ്ങളിൽ നിന്ന് സക്കാത്ത് സ്വീകരിക്കണം, അത് അവരെ ശുദ്ധീകരിക്കുന്നതാണ്. എന്നിട്ട് വസല്ലി അലൈഹിം, അവർക്ക് വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കുകയും വേണം. അപ്പോൾ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി ആ വാക്കിൻ്റെ അർത്ഥം പ്രാർത്ഥിക്കുക എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്ത് നേരുന്നു എന്ന് പറയുമ്പോൾ അല്ലാഹു പ്രാർത്ഥിക്കുന്നു എന്നാണോ അർത്ഥം മനസ്സിലാക്കേണ്ടത്? ഒരിക്കലുമല്ല. അതുകൊണ്ട് തന്നെ ഭാഷയിൽ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ അത് എന്താണ് എന്ന് വളരെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഉലമാക്കൾ നമുക്ക് വിശദീകരിച്ചു തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ചൊല്ലുന്നു എന്ന് പറഞ്ഞ, മലക്കുകൾ ചൊല്ലുന്നു എന്ന് പറഞ്ഞ, വിശ്വാസികളോട് ചൊല്ലണമെന്ന് പറഞ്ഞ സ്വലാത്ത് എന്താണ്? ഉലമാക്കൾ പറഞ്ഞു, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അസ്സലാത്തു അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫമഅനാഹ ഇൻദ ജുംഹൂരിൽ ഉലമാഇ മിനല്ലാഹി തആല അർറഹ്മ വമിനൽ മലായികതി അൽ ഇസ്തിഗ്ഫാർ വമിനൽ ആദമിയീൻ അദ്ദുആ. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൽ നിന്നുള്ള സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അത് റഹ്മത്താണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയുടെ പേര് സ്വലാത്ത് നേരുന്നു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം റഹ്മത്തുകൾ നൽകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതേപോലെ തന്നെ മലക്കുകളുടെ സ്വലാത്ത് എന്താണ്? വമിനൽ മലായികതി അൽ ഇസ്തിഗ്ഫാർ. മലക്കുകളിൽ നിന്നുള്ള സ്വലാത്ത് എന്ന് പറഞ്ഞാൽ പാപമോചനത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രാർത്ഥനയാണ്. വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി പൊറുത്തു കൊടുക്കണമേ, അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവേ നീ പൊറുത്തു കൊടുക്കണമേ, അദ്ദേഹത്തിന് റഹ്മത്ത് നൽകണമേ, അദ്ദേഹത്തിന് ഇഹത്തിലും പരത്തിലുമുള്ള ഖൈറുകൾ നൽകണമേ എന്ന മലക്കുകളുടെ ശുപാർശക്കാണ്, അവരുടെ ഇസ്തിഗ്ഫാറിനാണ് മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറയുന്നത്. വമിനൽ ആദമിയീൻ, ആദം സന്തതികളിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്ന സ്വലാത്തോ അത് അദ്ദുആ, ശരിക്കുമുള്ള പ്രാർത്ഥനയുമാണ്. കാരണം നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി. അതുകൊണ്ട് വിശ്വാസികളെ, നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വലാത്ത് ചൊല്ലണം. സ്വല്ലു അലൈഹി എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ, നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടത്. മലക്കുകൾ അത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പ്രവാചകന് വേണ്ടി എല്ലാ റഹ്മത്തിനു വേണ്ടിയും നിഅമത്തിനു വേണ്ടിയും മലക്കുകൾ ശുപാർശ പറയുന്നു, ഇസ്തിഗ്ഫാർ നടത്തുന്നു, റഹ്മത്തിനു വേണ്ടി തേടുന്നു. അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം റഹ്മത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്നു എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. എന്നാൽ വദഹബ ആഖറൂൻ, മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അന്ന മഅന അസ്സലാത്തു അലൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഹുവ സനാഉ അലൈഹി ഫിൽ മലഇൽ അഅല. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിക്ക് സ്വലാത്ത് നേരുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്സനാഉ അലൈഹി, പ്രവാചകനെ പ്രശംസിച്ചു പറയലാണ്. എവിടെ വെച്ച്? ഫിൽ മലഇൽ അഅല, ഉന്നതരായ സഭയുടെ
അടുക്കൽ വെച്ച് എന്ന് പറഞ്ഞാൽ ഉന്നതരായ മുഖറബീങ്ങളായ മലക്കുകളുടെ അടുക്കൽ വെച്ച്, ഹമലത്തുൽ ആർഷിൻ്റെയും അതേപോലെ തന്നെ റിസാലത്തിൻ്റെ വാഹകരായ മലക്കുകൾ, അങ്ങനെയുള്ള ഉന്നതരായ മലക്കുകളുടെ സംഘത്തിനാണ് മലഉൽ അല എന്ന് പറയുന്നത്. ആ മലഉൽ അലയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രശംസിച്ചുകൊണ്ട് പറയുന്നതിനാണ് ഇവിടെ സ്വലാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വയകൂനു ദുആഉൽ മലായികതി വദുആഉൽ മുസ്ലിമീന ബിസ്സലാത്തി അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅൻ യുസ്നില്ലാഹ തആല അലൈഹി ഫിൽ മലഇൽ അഅല. അപ്പോൾ മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നു, വിശ്വാസികൾ സ്വലാത്ത് ചൊല്ലണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് അള്ളാഹുവിനോട്. എന്താണ് പ്രാർത്ഥന? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ മലഉൽ അലയിൽ ധാരാളമായി പ്രശംസിക്കണമേ. മലക്കുകളുടെ ഉന്നതമായ ആ സഭയിൽ നീ അള്ളാഹുവിൻ്റെ പ്രവാചകനെ ധാരാളമായി പുകഴ്ത്തണമേ, ധാരാളമായി ആ പ്രവാചകനെ നീ പ്രശംസിക്കണമേ എന്നാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പേരിൽ നാം സ്വലാത്ത് ചൊല്ലുമ്പോൾ നാം അള്ളാഹുവിനോട് തേടുന്നത്. ഇതാണ് മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള സ്വലാത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് നിലക്കാണ് അതിന് അർത്ഥം പറയപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്നു. അപ്പോൾ വിശ്വാസികൾ സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ മഅന എന്താണ്? അള്ളാഹുവേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീ എല്ലാ റഹ്മത്തുകളും എല്ലാ ബറക്കാത്തുകളും നൽകണമേ എന്നാണ്. മലക്കുകളും അത് തന്നെയാണ് തേടുന്നത്. രണ്ടാമത്തെ വ്യാഖ്യാന പ്രകാരം മലഉൽ അലയിൽ ഉന്നതരായ മലക്കുകൾക്കിടയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശംസിച്ചു പറയലാണ്. അപ്പോൾ നാം സ്വലാത്ത് ചൊല്ലുമ്പോൾ അതിൽ നിന്ന് അർത്ഥമാക്കുന്നത് അള്ളാഹുവേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മലഉൽ അലയിൽ നീ ധാരാളമായി പ്രശംസിക്കണമേ എന്ന് വിശ്വാസികൾ പ്രാർത്ഥിക്കലാണ്. ഇതാണ് രണ്ടാമത് വിഭാഗം പറഞ്ഞിട്ടുള്ളത്. അതിനവർ വ്യക്തമായ ഒരു തെളിവ് മുന്നിൽ വെക്കുന്നുണ്ട്. എന്താണ് ആ തെളിവ്? സ്വലാത്തും റഹ്മത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വലാത്ത് നേരുക എന്ന് പറഞ്ഞാൽ റഹ്മത്തിന് വേണ്ടി ചോദിക്കലല്ല, സ്വലാത്ത് അത് വേറെ തന്നെയാണ്. എന്താണ് അതിനുള്ള തെളിവ്? സൂറത്തുൽ ബഖറയിലെ 157 ആയത്താണ്. സൂറത്തുൽ ബഖറയിലെ 157 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. ക്ഷമാലുക്കളായ വിശ്വാസികളെ സംബന്ധിച്ച് പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞതാണ്, അക്കൂട്ടർക്ക് അവരുടെ രക്ഷിതാവിൽ നിന്നുള്ള സ്വലാത്തുകളുണ്ട്, വറഹ്മ, കാരുണ്യവുമുണ്ട്. അപ്പോൾ ഇവിടെ സ്വലാത്തിനെയും റഹ്മത്തിനെയും വേർതിരിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നു. സ്വലാത്തിനെയും റഹ്മത്തിനെയും വേർതിരിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നു. എന്നാൽ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ റഹ്മത്തായിരുന്നെങ്കിൽ ഇവിടെ 2 തവണ വരും, ഉലൈക അലൈഹിം റഹ്മത്തും മിർ റബ്ബിഹിം വറഹ്മ എന്നായിരിക്കും അതിൻ്റെ അർത്ഥം. അത് ശരിയാവുകയില്ലല്ലോ. അപ്പോൾ ഇവിടെ സ്വലാത്ത് എന്ന് പറഞ്ഞത് അത് പ്രത്യേകമായ മറ്റൊരു കാര്യം തന്നെയാണ്, റഹ്മത്ത് വേറെയുമാണ് എന്ന് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഥവാ സൂറത്തുൽ ബഖറയിലെ 157 ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ വിശദീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ പറയപ്പെട്ടിട്ടുള്ള അഭിപ്രായങ്ങളിൽ രണ്ടാമത്തതാണ് ഏറെ പ്രാധാന്യമുള്ളത്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മലഉൽ അലയിൽ ഉന്നതരായ മലക്കുകൾക്കിടയിൽ പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശംസിച്ചു പറയലാണ്. നാം പ്രവാചകന് സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ ആ പ്രശംസ ഉണ്ടാകാൻ വേണ്ടി അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കലുമാകുന്നു. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബുൽ ആലിയ റഹ്മത്തുല്ലാഹി അലൈഹി അദ്ദേഹത്തിൽ നിന്നുള്ള ഒരു വാചകത്തിൽ വളരെ കൃത്യമായി പറയുന്നു. അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട വാചകത്തിൽ നമുക്ക് കാണാം, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഐ സനാഉഹു അലൈഹി ഫിൽ മലഇൽ അഅല. സനാഉഹു അലൈഹി ഫിൽ മലഇൽ അഅല, മലഉൽ അലയിൽ ഉന്നതരായ മലക്കുകൾക്കിടയിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ പ്രശംസിച്ചു പറയലാണ്, നബിയുടെ മഹത്വം പറയലാണ് യഥാർത്ഥത്തിൽ സ്വലാത്ത്. അതുകൊണ്ട് തന്നെ ഫമഅന അല്ലാഹുമ്മ സ്വല്ലി അലൈഹി, അബുൽ ആലിയ റഹ്മത്തുല്ലാഹി അലൈഹി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലൈഹി എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ അസ്നി അലൈഹി ഫിൽ മലഇൽ അഅല ഐ ഇൻദൽ മലായികത്തിൽ മുഖറബീൻ. അല്ലാഹുവേ, മുഖറബീങ്ങളായ മലക്കുകൾക്കിടയിൽ നീ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം പറയണമേ.
അപ്പോൾ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ അതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വവും പോരിശയും മലക്കുകൾക്കിടയിൽ അള്ളാഹുവേ നീ പറയണമേ എന്നാണ്. അള്ളാഹു പ്രവാചകന് സ്വലാത്ത് നേരുന്നു എന്ന് പറഞ്ഞാൽ മലഉൽ അലയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ പ്രശംസിച്ച് പറയലുമാകുന്നു. സൂറത്തുൽ അഹ്സാബിലെ വചനമാണല്ലോ നാം നേരത്തെ ഉദ്ധരിച്ചത്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി എന്ന ആയത്ത്. ആ ആയത്തിൻ്റെ തൊട്ടു മുമ്പായി കൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വലാത്തിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. പക്ഷേ ആ സ്വലാത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്കാകമാനം നൽകുന്നതാണ്. സൂറത്തുൽ അഹ്സാബിലെ 43-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഹുവല്ലദി, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല യുസല്ലി അലൈക്കും, നിങ്ങളുടെ മേൽ സ്വലാത്ത് നേരുന്നു. പ്രവാചകന്റെ മേൽ മാത്രമല്ല, വിശ്വാസികളുടെ മേൽ യുസല്ലി അലൈക്കും വ മലായികതുഹു, മലക്കുകളും. എന്തിന്? ലിയുഖ്രിജക്കും മിനൽ-ളുലുമാതി ഇലൻ-നൂർ, അന്ധകാരങ്ങളിൽ നിന്ന് നിങ്ങളെ പ്രകാശത്തിൻ്റെ ധാരയിലേക്ക് നയിക്കാൻ വേണ്ടി. വകാന ബിൽ മുഅ്മിനീന റഹീമ, വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ കാരുണ്യമുള്ളവനാകുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ മേൽ സ്വലാത്ത് നേരുന്നു, മലക്കുകളും അങ്ങനെ തന്നെ. എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ തൊട്ടു മുമ്പുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. 41-42 ആയത്തുകൾ. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കണം, പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തസ്ബീഹ് ചെയ്യണം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലാമ ഇബ്നു കസീർ റഹ്മഹുള്ള പറഞ്ഞ വാചകം വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, ഹുവല്ലദീ യുസല്ലി അലൈക്കും വ മലായികതുഹു, അള്ളാഹുവും മലക്കുകളും നിങ്ങളുടെ മേൽ സ്വലാത്ത് നേരുന്നു എന്ന് പറഞ്ഞാൽ ഹാദാ തഹ്യീജുൻ ഇല ദിക്ർ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കാൻ വേണ്ടിയുള്ള പ്രോത്സാഹനമാണിതിൽ. ഐ ഇന്നഹു സുബ്ഹാനഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല യദ്കുറുക്കും ഫദ്കുറൂഹു അൻതും, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഓർക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും അള്ളാഹുവിനെ ഓർക്കണം. കഖൗലിഹി തആല കമാ അർസൽനാ ഫീകും റസൂലൻ മിൻകും യത്ലൂ അലൈക്കും ആയാതിനാ വയുസക്കീകും വയുഅല്ലിമുകുമുൽ കിതാബ വൽ ഹിക്മ വയുഅല്ലിമുകും മാ ലം തകൂനൂ തഅലമൂൻ ഫദ്കുറൂനി അദ്കുറുകും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. സൂറത്തുൽ ബഖറയിലെ 152-ാമത്തെ ആയത്ത്. അതിൽ 152-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്കണം, അദ്കുറുക്കും, എങ്കിൽ ഞാൻ നിങ്ങളെ ഓർക്കാം, വഷ്കുറൂലി വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുക, നിങ്ങൾ എന്നോട് നന്ദികേട് കാണിക്കരുത്. അപ്പോൾ അള്ളാഹുവിനെ ഓർത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു ഓർക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഹുവല്ലദീ യുസല്ലി അലൈക്കും വ മലായികതുഹു എന്ന് പറഞ്ഞാൽ അള്ളാഹുവും മലക്കുകളും നിങ്ങളുടെ മേൽ സ്വലാത്ത് നേരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവും മലക്കുകളും അത്തരത്തിലുള്ള സത്യവിശ്വാസികളെ ഓർക്കുമെന്നാണ്. മലഉൽ അലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം വിശ്വാസികളെ സംബന്ധിച്ച് പറയും. ഇത് സ്വഹീഹായ ഹദീസിൽ വളരെ കൃത്യമായി വന്നതുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുദ്സിയായ ഒരു ഹദീസിലൂടെ, അഥവാ അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഹദീസിൽ നമുക്ക് കാണാം, യഖൂലുല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മൻ ദക്കറനി ഫീ നഫ്സിഹി, ആരാണോ അവൻ്റെ നഫ്സിൽ എന്നെ ഓർക്കുന്നത്, ദക്കർതുഹു ഫീ നഫ്സി, എൻ്റെ നഫ്സിൽ അവനെയും ഞാൻ ഓർക്കും. അപ്പോൾ അള്ളാഹുവിനെ ആരാണോ ഓർക്കുന്നത്, അള്ളാഹു തിരിച്ച് ആ വ്യക്തിയെയും ഓർക്കും. വമൻ ദക്കറനി ഫീ മലഇൻ, ഒരു സദസ്സിൽ വെച്ച് ആരെങ്കിലും അള്ളാഹുവിനെ ഓർത്താൽ, ദക്കർതുഹു ഫീ മലഇൻ ഖൈരിൻ മിൻഹും, അതിനേക്കാൾ ഉന്നതമായ ഒരു സദസ്സിൽ വെച്ച് ആ വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർക്കും. അപ്പോൾ വിശ്വാസികളായ ആളുകൾ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്താൽ മലക്കുകൾക്കിടയിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും ഓർക്കുന്നതാണ്. ഇത് വളരെ കൃത്യമായ ഹദീസിലും ഖുർആനിലും വന്നതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹു അവരെ ഉന്നതമായ സഭയിൽ വെച്ച് ഓർക്കലാണ് എന്ന് വളരെ കൃത്യമായി വ്യക്തമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്, സൂറത്തുൽ അഹ്സാബിലെ 43-ാമത്തെ വചനത്തിൻ്റെ തഫ്സീറിൽ. അപ്പോൾ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയുടെ പേരിൽ സ്വലാത്ത് നേരുന്നു എന്ന് പറഞ്ഞാൽ മലഉൽ അലയിൽ പ്രവാചകനെ അള്ളാഹു ഓർക്കലാണ്. മലക്കുകൾ സ്വലാത്ത് നേരുന്നു എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ പ്രാർത്ഥനയാണ്, ഇസ്തിഗ്ഫാറിന് വേണ്ടിയും മറ്റുമുള്ള റഹ്മത്തിന് വേണ്ടിയുമുള്ള പ്രാർത്ഥനയാണ്. വിശ്വാസികളോട് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി പറഞ്ഞാൽ മലഉൽ അലയിൽ പ്രവാചകനെ ഓർക്കാൻ വേണ്ടി അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്
പ്രാർത്ഥിക്കുകയാണത്. അതാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുവേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീ സ്വലാത്ത് നൽകണേ എന്ന് പറഞ്ഞാൽ പ്രവാചകനെ മലഉൽ അലയിൽ പ്രശംസിക്കണമേ എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് ഉലമാക്കൾ വളരെ കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ ഇതാണ് സ്വലാത്തിൻ്റെ മഹത്വം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് ഏറെ ഗൗരവം നിറഞ്ഞതുമാണ്. അതിൻ്റെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ കാര്യമാണ് വസല്ലിമു തസ്ലീമ. പ്രവാചകന് വേണ്ടി നിങ്ങൾ സുരക്ഷിതത്വത്തിൻ്റെ വാക്കായ അതേപോലെ തന്നെ സലാമത്തിനു വേണ്ടി, തസ്ലീമിന് വേണ്ടി, സലാമത്തിനു വേണ്ടി നിങ്ങൾ തേടുകയും വേണം എന്ന് പറഞ്ഞാൽ സലാം പറയണം. അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഉലമാക്കൾ പറഞ്ഞു വഅമ്മാ മഅന അസ്സലാമു അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാം എന്ന് പറഞ്ഞാൽ ഫഹുവ ദുആഉ ബിസലാമത്തി ബദനിഹി ഫി ഹാലി ഹയാതിഹി വസലാമത്തി ദീനിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിൽ സലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവാചകന്റെ ദീനീ വിഷയത്തിലും പ്രവാചകന്റെ ശരീരത്തിലും സുരക്ഷിതത്വവും സമാധാനവും പ്രവാചകന് നൽകണമേ എന്നാണ്. വസലാമത്തി ബദനിഹി ഫി ഖബ്രിഹി വസലാമത്തിഹി യൗമൽ ഖിയാമ. പ്രവാചകന്റെ വഫാത്തിന് ശേഷമാകട്ടെ ഖബറിലും ഖിയാമത്ത് നാളിലും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാമത്ത് നൽകണമേ എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്നും ഉലമാക്കൾ വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നാം മനസ്സിലാക്കി. എത്രമാത്രം ഗൗരവത്തോടുകൂടിയും പ്രാധാന്യത്തോടുകൂടിയുമാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന വിഷയവും നാം മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ മഹത്വമാണ് നാം മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാം, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ ഒരു തോട്ടത്തിൽ പ്രവേശിച്ചു. ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ, ചില റിവായത്തുകളിലുണ്ട് പ്രവാചകനെ 2 റക്അത്ത് നമസ്കരിച്ചു, ആ നമസ്കാരത്തിലാണെന്ന്. ഈ ഒരു റിവായത്തിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ആ തോട്ടത്തിൽ പ്രവേശിച്ചതിന് ശേഷം ഫസ്തഖ്ബലൽ ഖിബ്ലത ഫഖറ സാജിദ, ഖിബ്ലയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് സുജൂദിൽ വീണു. ഇവിടെ നമസ്കാരത്തെ സംബന്ധിച്ച് പറയുന്നില്ല, നേരെ പ്രവാചകൻ സുജൂദിൽ വീണു. ഫഅതാല സുജൂദ ഹത്താ ളനൻതു അന്നല്ലാഹ അസ്സ വജല്ല ഖബദ നഫ്സഹു ഫീഹാ. പ്രവാചകൻ സുജൂദ് ദീർഘിപ്പിച്ചത് കണ്ടപ്പോൾ എത്രത്തോളം എന്ന് ചോദിച്ചാൽ പ്രവാചകൻ മരണപ്പെട്ടു, പ്രവാചകന്റെ റൂഹിനെ അള്ളാഹു പിടിച്ചു എന്നുവരെ എനിക്ക് തോന്നിപ്പോയി. ഫദനൗതു മിൻഹു, അങ്ങനെ ഞാൻ പ്രവാചകന്റെ അടുക്കലേക്ക് ചെന്നു. സുമ്മ ജലസ്തു ഫറഫഅ റഅസഹു, പ്രവാചകന്റെ അടുത്ത് പോയി ഇരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല ഉയർത്തിയിട്ട് ഫഖാല മൻ ഹാദ, ആരാണെന്ന് ചോദിച്ചു. ഖുൽതു, ഞാൻ പറഞ്ഞു അബ്ദുറഹ്മാൻ, ഞാൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു മാ ശഅനുക്, എന്താണ് വിഷയം? അദ്ദേഹം പറഞ്ഞു യാ റസൂലല്ലാഹ് സജദ്ത സജ്ദതൻ ഖശീതു അൻ യകൂന അല്ലാഹു അസ്സ വജല്ല ഖദ് ഖബല നഫ്സക ഫീഹാ. നിങ്ങളൊരു സുജൂദ് ചെയ്തു, ഞാൻ ഭയപ്പെട്ടു പോയി, അള്ളാഹു നിങ്ങളുടെ റൂഹിനെ പിടിച്ചിട്ടുണ്ട്, നിങ്ങൾ മരിച്ചുപോയി എന്ന് ഞാൻ വിചാരിച്ചു നബിയെ. കാരണം അത്രയും ദീർഘമായ ഒരു സുജൂദാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഖാല ഇന്ന ജിബ്രീല അലൈഹിസ്സലാം അതാനി ഫബശ്ശറനി, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് എനിക്കൊരു സന്തോഷ വാർത്ത അറിയിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ പ്രവാചകൻ അവിടെ ചെയ്ത സുജൂദ് ശുക്റിൻ്റെ സുജൂദാണ്, നന്ദിയുടെ സുജൂദാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ടൊരു വലിയ സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ ചെയ്ത സുജൂദാണ്. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, മൻ സ്വല്ല അലൈക സ്വല്ലൈതു അലൈഹി, ആരാണോ നബിയെ താങ്കളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് ആ വ്യക്തിയുടെ പേരിൽ ഞാൻ സ്വലാത്ത് നേരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ സല്ലമ അലൈക സല്ലംതു അലൈഹി, നബിയെ താങ്കൾക്കാരാണോ സലാം പറയുന്നത് ആ വ്യക്തിക്കും ഞാൻ സലാം നേരുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. ഫസജദ്തു ലില്ലാഹി അസ്സ വജല്ല ശുക്റാ, അതുകൊണ്ട് തന്നെ ഞാൻ നന്ദി കാണിക്കുവാൻ വേണ്ടി അള്ളാഹുവിന് സുജൂദ് ചെയ്തതാണ്. അപ്പോൾ അത് ശുക്റിൻ്റെ സുജൂദായിരുന്നു, സുദീർഘമായൊരു സുജൂദായിരുന്നു. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? ആരാണോ നബിക്ക് സ്വലാത്ത് ചെല്ലുന്നത്
ആ വ്യക്തിക്ക് അള്ളാഹു സ്വലാത്ത് നേരും. അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്താണ് നമ്മൾ മനസ്സിലാക്കി. നാം അള്ളാഹുവിനോട് അള്ളാഹുവെ പ്രവാചകനെ മലഉൽ അലയിൽ നീ വാഴ്ത്തണമേ പുകഴ്ത്തണമേ എന്ന് പറയലാണ് നാം സ്വലാത്ത് ചൊല്ലൽ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല തിരിച്ച് അത് ചൊല്ലിയ വ്യക്തിയെ മലഉൽ അലയിൽ പ്രശംസിച്ചു പറയും. അതൊരു മഹത്തായ കാര്യമായിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ കണ്ടത്. അതൊരു വലിയ നിഅമത്തായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കണ്ടത്. അതേപോലെ തന്നെ പ്രവാചകന്റെ പേരിൽ ആരെങ്കിലും സലാം പറഞ്ഞാൽ അസ്സലാമു അലൻ നബി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് അള്ളാഹു സലാം നേരുന്നതാണ്. എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് അള്ളാഹു സുരക്ഷിതത്വവും സമാധാനവും നൽകുന്നതാണ്. അപ്പോൾ ഇതൊരു വലിയ നിഅമത്തായി മനസ്സിലാക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പതിവിന് വിപരീതമായി സുദീർഘമായ ഒരു സുജൂദ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ശുക്റിൻ്റെ സുജൂദ് ചെയ്തിട്ടുള്ളത്. അതിനെ രണ്ട് നിഅമത്തുകളായിട്ടാണ് പ്രവാചകൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒന്നാമത്തെ നിഅമത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സ്ഥാനമാണത്. അതിനോടുള്ള നന്ദി സൂചകമാണത്. കാരണം പ്രവാചകന്റെ പേരിൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ ആ വ്യക്തിയെ അള്ളാഹു മലഉൽ അലയിൽ പ്രശംസിക്കും. അപ്പോൾ പ്രവാചകന് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്ഥാനം, ആ ഒരു സ്ഥാനം അള്ളാഹു പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ വിശ്വാസികൾ ഒന്നടങ്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കും. അത് അള്ളാഹുവിൻ്റെ റസൂലിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്, നിഅമത്താണ്. അത്തരമൊരു കാര്യം ശറഇൽ നിയമമായി നിശ്ചയിച്ചതിനാൽ പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രവാചകന് സ്വലാത്ത് ചൊല്ലുക എന്നതൊക്കെ ശറഇൽ വമ്പിച്ച പുണ്യമുള്ള ഒരു കാര്യമായി അള്ളാഹു നിശ്ചയിച്ചു. അതിൻ്റെ നേട്ടം പ്രവാചകനാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൽ വലിയ സന്തോഷം തോന്നി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദ്, ശുക്റിൻ്റെ സുജൂദ് ചെയ്യുവാനുള്ള കാരണങ്ങളിലൊന്ന്. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള പരിഗണനയാണ്. പ്രവാചകന് ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലെങ്കിൽ ഒരു സലാം പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയെ മലഉൽ അലയിൽ പ്രശംസിക്കും. ആ വ്യക്തിക്ക് സുരക്ഷിതത്വവും സംരക്ഷണവും നൽകും. അത് തൻ്റെ ഉമ്മത്തിന് അല്ലാഹു നൽകിയ നിഅമത്താണ്. ഈ ഉമ്മത്തിനോട്, വിശ്വാസികളോട് ഏറെ കാരുണ്യവും സ്നേഹവും ഉണ്ടായിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു നിഅമത്തിൻ്റെ പേരിലും സുജൂദ് ചെയ്തു. അപ്പോൾ സുദീർഘമായ ശുക്റിൻ്റെ ആ ഒരു സുജൂദിനുള്ള കാരണം പ്രവാചകന്റെ പേരിൽ നാം സ്വലാത്ത് ചൊല്ലിയാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മലക്കുകൾക്കിടയിൽ പ്രശംസിച്ച് പറയും. അതിനേക്കാൾ വലിയ നിഅമത്ത് എന്താണുള്ളത്? നാം പ്രവാചകന്റെ പേരിൽ സലാം പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സുരക്ഷിതത്വം നൽകും, സമാധാനം നൽകും, ശാന്തി നൽകും. അതിനേക്കാൾ വലിയ നിഅമത്ത് എന്താണുള്ളത്? അതുകൊണ്ട് ഒരിക്കലും ഒരു പിശുക്കും കാണിക്കാതെ നാം ധാരാളമായി പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം, സലാം പറയണം. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പ്രശംസിച്ച് മലഉൽ അലയിൽ പറയുന്നതാണ്. ഈ ഹദീസ് അതിനുള്ള തെളിവാണ്. ഇനി അടുത്ത ഹദീസ് ശ്രദ്ധിക്കൂ. ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സ്വല്ല അലയ്യ മറത്തൻ വാഹിദതൻ കതബല്ലാഹു അസ്സ വജല്ല ലഹു ബിഹാ 10 ഹസനാത്തിൻ. ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ കതബല്ലാഹു അസ്സ വജല്ല ലഹു ബിഹാ 10 ഹസനാത്തിൻ, 10 പുണ്യങ്ങൾ ആ വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുമെന്നാണ്. ഒരൊറ്റ സ്വലാത്ത് കൊണ്ട് 10 പുണ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തും. അപ്പോൾ അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് ചൊല്ലുന്ന വ്യക്തിക്ക് കിട്ടുന്നത് 10 പുണ്യങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. ഇതേറ്റവും വലിയ മറ്റൊരു നിഅമത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇമാം നസാഇ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു. അൻ ബുറൈദ് ബിൻ അബി മറിയം റളിയല്ലാഹു തആല അൻഹുമാ ഖാല ഹദ്ദസനാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ വാഹിദതൻ സ്വല്ലല്ലാഹു അലൈഹി 10 സ്വലവാത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സ്വല്ലല്ലാഹു അലൈഹി 10 സ്വലവാത്തിൻ, അള്ളാഹു 10 സ്വലാത്തുകൾ അത് ചൊല്ലിയ വ്യക്തിക്ക് നേരുമെന്നാണ്. എന്ന് പറഞ്ഞാൽ 10 തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അടിമയെ ഓർക്കും, മലഉൽ അലയിൽ ഓർക്കും.
10 തവണ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തിക്ക് നന്മകളും നിഅമത്തും റഹ്മത്തും നൽകും എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ 10 തവണ അള്ളാഹു ഓർക്കുക, പ്രത്യേകിച്ച് മലഉൽ അലയിൽ എന്നത് വളരെ വലിയ വമ്പിച്ച ഒരു നിഅമത്താണ്. നമ്മൾ പ്രവാചകന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ 10 തവണ അള്ളാഹു നമ്മളെ ഓർക്കുന്നു എന്നത് ചില്ലറ കാര്യമാണോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? തീർന്നില്ല. വഹുത്തത് അൻഹു 10 ഖതീആത്തിൻ, 10 പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. ഒരൊറ്റ സ്വലാത്ത് കൊണ്ട് 10 പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. വറുഫിഅത് ലഹു 10 ദറജാത്തിൻ, സ്വർഗത്തിൽ 10 പദവികൾ ഉയർത്തപ്പെടുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. എല്ലാം വളരെ മഹത്തരമായ പ്രതിഫലങ്ങളാണ്. ഒരൊറ്റ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ചൊല്ലിയാൽ തന്നെ 10 സ്വലാത്ത് അള്ളാഹു നമ്മുടെ മേൽ നേരും എന്ന് പറഞ്ഞാൽ 10 തവണ അള്ളാഹു നമ്മളെ ഓർക്കും. നമ്മുടെ 10 പാപങ്ങൾ പൊറുക്കപ്പെടും, 10 ദറജകൾ വർദ്ധിപ്പിക്കപ്പെടും. ഈ ഒരൊറ്റ ഹദീസിൽ തന്നെ 3 പുണ്യങ്ങളാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞ ഹദീസിലോ 10 നന്മകൾ രേഖപ്പെടുത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 10 നന്മകൾ രേഖപ്പെടുത്തും. ഇതൊക്കെ സ്വലാത്തിൻ്റെ മഹത്വമാണ്. ഇനി ഇമാം തിർമിദി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിൻ അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ഔല الناس بيوم القيامة أكثرهم علي صلاة. ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ എൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് പറഞ്ഞവരായിരിക്കും. ആരോരുമില്ലാത്ത ഖിയാമത്ത് നാളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം ലഭിക്കാൻ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ആളുകൾക്കേ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മാതാപിതാക്കളും മക്കളും കുടുംബങ്ങളും സുഹൃത്തുക്കളും നേതാക്കളും അനുയായികളുമെല്ലാം നമ്മെ വിട്ട് ഓടിപ്പോകുന്ന മഹ്ശറിൻ്റെ ഭയാനകരമായ ഒരു ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ കിട്ടാനും അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സാമീപ്യം ലഭിക്കുവാനും ഒരാളെ സഹായിക്കുന്ന കാര്യമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പേരിൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലുക എന്ന കാര്യം. അതുകൊണ്ട് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് ഔലന്നാസി ബി യൗമൽ ഖിയാമ അക്സറുഹും അലയ്യ സ്വലാത്ത. ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ എൻ്റെ പേരിൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലുന്നവരായിരിക്കും. അപ്പോൾ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ വളരെ വലിയ ഒരു മഹത്വമാണ് ഇത്. ഖിയാമത്ത് നാളിൽ പ്രവാചകന്റെ ഏറ്റവും അടുത്ത സാമീപ്യം ഉണ്ടാവുക എന്ന മഹത്തായ നിഅമത്ത്. ഇനി മറ്റൊരു ഹദീസ് ശ്രദ്ധിക്കുക. ഇമാം ഹാക്കിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുസ്തദ്റക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഹബ റുബ്ഉൽ ലൈലി ഖാമ ഫഖാൽ യാ അയ്യുഹന്നാസ് ഉദ്കുറുല്ലാഹ് യാ അയ്യുഹന്നാസ് ഉദ്കുറുല്ലാഹ് യാ അയ്യുഹന്നാസ് ഉദ്കുറുല്ലാഹ് ജാഅത്തിർ റാജിഫതു തത്ബഉഹാ റാദിഫ ജാഅൽ മൗതു ബിമാ ഫീഹി ജാഅൽ മൗതു ബിമാ ഫീഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ എഴുന്നേറ്റാൽ, രാത്രിയുടെ അവസാന യാമങ്ങളിൽ എഴുന്നേറ്റാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറയും, ജനങ്ങളെ അല്ലാഹുവിനെ ഓർക്കൂ, അല്ലാഹുവിനെ ഓർക്കൂ. ഇതാ റാജിഫ വന്നിരിക്കുന്നു. സൂറെന്ന കാഹളത്തിലെ 1ാമത്തെ ഊത്തിനാണ് റാജിഫ എന്ന് പറയുന്നത്. തത്ബഉഹ റാദിഫ, അതിനെ തുടർന്നുകൊണ്ട് 2ാമത്തെ ഊത്തും. ജാഅൽ മൗതു ബിമാ ഫീ ജാഅൽ മൗതു ബിമാ ഫീ, മരണം അതിലുള്ള എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കൊണ്ടിതാ വന്നിരിക്കുന്നു. പ്രവാചകൻ സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്തുകയാണ്, ഖിയാമത്ത് നാൾ അടുത്തിരിക്കുന്നു, മരണം സമീപസ്ഥമാണ്. അതുകൊണ്ട് ധാരാളമായി അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ ആഹ്വാനം ചെയ്യാറുണ്ടായിരുന്നു. ഫഖാല ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഇന്നി ഉക്സിറു സ്വലാത അലൈക് ഫകം അജ്അലു ലക മിൻഹ. നബിയെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ധാരാളമായി സ്വലാത്ത് ചൊല്ലാറുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ധാരാളമായി പ്രാർത്ഥിക്കാറുണ്ട്. ഫകം അജ്അലു ലക മിൻഹ, ഞാൻ എത്രമാത്രം താങ്കളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം, എൻ്റെ ദുആകളിൽ എൻ്റെ പ്രാർത്ഥനകളിൽ സ്വലാത്തിന് വേണ്ടി എത്ര ഞാൻ മാറ്റിവെക്കണം എന്നതാണ് ആ സ്വഹാബിയുടെ ചോദ്യം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ശിഅത, നീ ഉദ്ദേശിക്കുന്ന അത്രയും. ഖാല അർറുബു, എൻ്റെ പ്രാർത്ഥനയുടെ 1/4 ഭാഗം നിങ്ങൾക്ക് വേണ്ടിയാക്കട്ടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ശിഅത വൈൻ സിദ്ത ഫഹുവ ഖൈറുൽ ലക്, നീ ഉദ്ദേശിക്കുന്നത് പോലെ, പക്ഷെ അതിനേക്കാൾ കൂട്ടിയാൽ നിനക്ക് ഖൈറാണ്. 1/4 കൂട്ടുക, അത് നിനക്ക് ഖൈറാണ്. ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അന്നിസ്ഫു, എൻ്റെ പ്രാർത്ഥനയുടെ പകുതിയും താങ്കൾക്ക് സ്വലാത്ത് ചൊല്ലലാക്കട്ടെ. ഖാല മാ ശിഅത വൈൻ സിദ്ത ഫഹുവ ഖൈറുൽ ലക്, നീ ഉദ്ദേശിച്ച അത്രയും, അതല്ല ഇനിയും നീ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതാണ് നിനക്ക് ഖൈർ. ഖാല അസ്സുലുസൈൻ, എങ്കിൽ എൻ്റെ ദുആയുടെ അതിനുവേണ്ടി ഞാൻ നീക്കിവെച്ച ആ സമയത്തിൻ്റെ 3 ഭാഗവും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്വലാത്താക്കി മാറ്റട്ടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ശിഅത വഇൻ സിദ്ത ഫഹുവ ഖൈറുൽ ലക്,
അതിനേക്കാൾ വർദ്ധിപ്പിച്ചാൽ അതാണ് നിനക്ക് കൂടുതൽ ഖൈർ. ഖാല യാ റസൂലല്ലാഹ്, അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അജ്അലുഹാ കുല്ലഹാ ലക്, ഞാനത് മുഴുവൻ, എൻ്റെ പ്രാർത്ഥനയുടെ സന്ദർഭങ്ങൾ മുഴുവൻ നബിയെ ഞാൻ താങ്കളുടെ പേരിലുള്ള സ്വലാത്താക്കി മാറ്റട്ടെയോ? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദൻ തുക്ഫ ഹമ്മക്, എങ്കിൽ നിന്റെ എല്ലാ ഉത്കണ്ഠകളും ബേജാറുകളും പ്രയാസങ്ങളും അതിന് ഇത് പരിഹാരമാകും. വയുഗ്ഫറു ലക ദംബുക്, നിന്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുകയും ചെയ്യുന്നതാണ്. നിന്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. നിന്റെ പ്രശ്നങ്ങൾ, നിന്നെ അലട്ടുന്ന പ്രയാസങ്ങൾ, നിന്റെ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, വിഷമങ്ങൾ എല്ലാം ഇല്ലാതെയാവുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻ ഈ ഹദീസിനെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ ഒരു ഖുലാസയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കഴിവിൻ്റെ പരമാവധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. പ്രവാചകൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ ഒരു വ്യക്തിയുടെ പ്രയാസങ്ങളും വിഷമങ്ങളുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു മഹത്തായ പുണ്യം കൊണ്ട് നീക്കിക്കൊടുക്കുകയും ആ വ്യക്തിയുടെ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയും ചെയ്യും. പ്രവാചകൻ്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എൻ്റെ പ്രാർത്ഥനയുടെ 1/4 ഭാഗമെന്ന് പറഞ്ഞപ്പോഴും വർദ്ധിപ്പിച്ചാൽ നിനക്ക് ഹൈറാണെന്നാണ് പ്രവാചകൻ പറഞ്ഞത്. പകുതി എന്ന് പറഞ്ഞപ്പോഴും വർദ്ധിപ്പിക്കാൻ പറഞ്ഞു, 1/4 എന്ന് പറഞ്ഞപ്പോഴും വർദ്ധിപ്പിക്കാൻ പറഞ്ഞു, മുഴുവൻ എന്ന് പറഞ്ഞപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എങ്കിൽ നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും, നിൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്നാണ്. അതിൻ്റെ അർത്ഥം മറ്റു ദുആകളോ പ്രാർത്ഥനകളോ ഒന്നും നിർവഹിക്കേണ്ടതില്ല എന്നാണോ? ഒരിക്കലും അങ്ങനെയല്ല. അതുകൊണ്ടാണ് സൗദി അറേബ്യയിലെ ഉന്നത പണ്ഡിത സഭ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് ആ പണ്ഡിതന്മാർ ഐക്യകണ്ഠേന രേഖപ്പെടുത്തി, വയംബഗി അൻ തഅലം, നിങ്ങൾ മനസ്സിലാക്കണം, അന്നൽ ഹദീസ ലാ യഅനി മൻഅൽ ഇൻസാനി മിനദ് ദുആഇ ലിനഫ്സിഹി മുത്ലഖ, ഈ ഹദീസ് ഒരിക്കലും മറ്റു പ്രാർത്ഥനകളെല്ലാം മൊത്തത്തിൽ ഒഴിവാക്കി സ്വലാത്ത് മാത്രമാക്കണം എന്ന് പഠിപ്പിക്കുന്നില്ല. മറ്റു പ്രാർത്ഥനകളെ അത് നിരാകരിക്കുന്നില്ല. വൽഇഖ്തിസാറ അല സ്വലാത്തി അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ പേരിലുള്ള സ്വലാത്തല്ലാതെ മറ്റു ദുആകളുടെ ഒന്നും ആവശ്യമില്ല എന്നും ഈ ഹദീസ് പഠിപ്പിക്കുന്നില്ല. കാരണം ഫഹാദ മുഖാലിഫുൻ ലിഹദിഹിൽ അമലി, പ്രവാചകൻ തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിച്ചു തന്ന സുന്നത്തിന് അതെതിരാണ്. കാരണം പ്രവാചകൻ ധാരാളം ദുആകൾ നടത്തിയിട്ടുണ്ട്. പ്രവാചകൻ നടത്തിയ ദുആകളൊക്കെ നമുക്ക് കാണാം. ധാരാളം ദുആകൾ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. അതെല്ലാം ഒഴിവാക്കണമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറയുമോ? ഒരിക്കലുമില്ല. അതേപോലെ തന്നെ വ ഇർഷാദിഹി ഇലൽ അദ്ഇയത്തിൽ മുതനവ്വിഅ ഫിൽ അഹ്വാലിൽ മുഖ്തലിഫ കഅദ്ഇയത്തിസ് സ്വലാത്തി വസ്സബാഹി വൽ മസാഇ വൽ ഇസ്തിഖാറത്തി വനഹ്വി ദാലിക്, പ്രവാചകൻ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ രാവിലെ ചൊല്ലേണ്ട ദുആ, വൈകുന്നേരം ചൊല്ലേണ്ട ദുആ, അതേപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോഴും അല്ലാത്ത സന്ദർഭങ്ങളിലുമുള്ള വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിലുള്ള നമസ്കാരങ്ങളിലുള്ള പ്രാർത്ഥനകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ ഒഴിവാക്കണമെന്ന അർത്ഥത്തിലല്ല, മറിച്ച് ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. സ്വലാത്ത് വർദ്ധിപ്പിക്കുമ്പോൾ അതിലൂടെ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും, ദറജകൾ വർദ്ധിപ്പിക്കപ്പെടും. നേരത്തെ നാം പഠിച്ചതുപോലെ ഒരൊറ്റ സ്വലാത്ത് കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 തവണ ആ വ്യക്തിക്ക് നന്മകൾ നേരും. മലഉൽ അലയിൽ ആ വ്യക്തിയെ അല്ലാഹു ഓർക്കും, ആ വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർക്കും. അങ്ങനെ അല്ലാഹു ഓർക്കുകയും അല്ലാഹു പ്രശംസിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഒരു വ്യക്തിയുടെ ഉത്കണ്ഠകൾ, ആവലാദികൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ നീങ്ങും. നാളെ ഖിയാമത്ത് നാളിൽ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിനാൽ അവിടെയും ആ വ്യക്തിക്ക് സുരക്ഷിതത്വമുണ്ടാകും എന്നാണ് ഈ ഹദീസിലൂടെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ധാരാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണമെന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത് എന്ന് ഉലമാക്കൾ നമുക്ക് വിശദീകരിച്ചു തന്നു. വീണ്ടും ലജ്നത്തു ദാഇമയിലെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, ഹാദൽ ഹദീസ് لا ينافي أن يدعو الإنسان ربه ويسأله أموره كلها بالأدعية المشروعة وأن يكثر من الصلاة على النبي صلى الله عليه وسلم فيجمع بين الأمرين. ഇതൊരിക്കലും മറ്റു ദുആകളെ നിരാകരിക്കുന്നില്ല. ഒരു വ്യക്തി തനിക്ക് വേണ്ടി മറ്റു ദുആകളൊക്കെ നടത്തണം. അതേ സന്ദർഭത്തിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇതാണ് ഈ വിഷയത്തിൽ പറയപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല ചില ഉലമാക്കൾ വിശദീകരിച്ചു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചത്, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിന് പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഒരു വിർദുണ്ടായിരുന്നു. പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം നീക്കാൻ വേണ്ടിയുള്ള ഒരു ദുആ ഉണ്ടായിരുന്നു എന്ന് പ്രവാചകൻ മനസ്സിലാക്കി. തീർച്ചയായും അവിടെ തിരഞ്ഞെടുത്ത് പറയുന്ന ആ ദുആകളെക്കാളെല്ലാം തന്നെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത് കൊണ്ട് തന്നെ താങ്കൾക്ക് ധാരാളം ഖൈറുകൾ ലഭിക്കുമെന്ന ഒരു സൂചന ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയതാണ് എന്നാണ് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ വ്യക്തമാക്കി, ഒരു വ്യക്തി മറ്റൊരു മുസ്ലിമായ വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്താൽ പോലും മലക്കുകൾ പറയും ആമീൻ വലക മിസ്ലുഹു, നിനക്കും അതേപോലെ ഉണ്ടാകട്ടെ. അപ്പോൾ ഏതൊരു സാധാരണക്കാരനായ മുസ്ലിമിന് വേണ്ടി ദുആ ചെയ്താൽ പോലും അതുപോലെ നമുക്കും കിട്ടട്ടെ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുമെങ്കിൽ പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ തീർച്ചയായും മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ സനാഅകൾ ലഭിക്കും. അതിലൂടെ സങ്കടങ്ങളും വിഷമങ്ങളും ഇല്ലാതെയാകുമെന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അപ്പോൾ സ്വലാത്തിൻ്റെ മഹത്വമാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ ഉത്കണ്ഠകളെ, നമ്മുടെ സങ്കടങ്ങളെ, നമ്മുടെ ടെൻഷനുകളെ ഇല്ലാതെയാക്കുവാൻ സ്വലാത്തിലുള്ള വർധനവ് കാരണമായി തീരും. നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുവാനും സ്വലാത്തിലുള്ള വർധനവ് കാരണമായി തീരും എന്നാണ് ഇമാം ഹാക്കിം റഹിമഹുല്ലാ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പ്രവാചകന്റെ പേരിൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കുക നമ്മുടെ വിഷമങ്ങൾക്ക് അതൊരു പരിഹാരമായി തീരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, അനി തുഫൈൽ ബിൻ ഉബയ്യ് ബിൻ കഅബ് അൻ അബീഹി ഖാല ഖാല റജുലുൻ യാ റസൂലല്ലാഹ് അറഅയ്ത ഇൻ ജഅൽതു സ്വലാത്തി കുല്ലഹാ അലൈക്, അല്ലാഹുവിൻ്റെ റസൂലേ, എൻ്റെ എല്ലാ പ്രാർത്ഥനകളും ഞാൻ താങ്കളുടെ മേലുള്ള സ്വലാത്താക്കി മാറ്റട്ടെ എന്ന് ഒരാൾ വന്ന് ചോദിച്ചു. യഥാർത്ഥത്തിൽ ചോദ്യകർത്താവ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു തന്നെയാണ്. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദൻ യക്ഫിയകല്ലാഹു മാ അഹമ്മക മിൻ ദുനിയാക വ ആഖിറതിക, എങ്കിൽ നിന്റെ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും നിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നിന്റെ ഉത്കണ്ഠകൾ, നിന്റെ പ്രശ്നങ്ങൾ, അതിന് ഇത് പരിഹാരമായി തീരും. കാരണം പാപങ്ങൾ പൊറുക്കപ്പെട്ടാൽ ആഖിറത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. അതേപോലെ തന്നെ ഈ ദുനിയാവിലെ സങ്കടങ്ങൾ നീങ്ങിയാൽ, വിഷമങ്ങൾ നീങ്ങിയാൽ, പ്രയാസങ്ങൾ നീങ്ങിയാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾക്കും പരിഹാരമായി. ഇതിന് രണ്ടിലേക്കും നിങ്ങളെ സഹായിക്കും സ്വലാത്തിലുള്ള വർധനവ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സ്വലാത്തിൻ്റെ വളരെ വലിയ മഹത്വങ്ങളിൽ പെട്ടതാണ് നമ്മുടെ പ്രശ്നങ്ങൾ ഇല്ലാതെയാകുമെന്നതും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന കാര്യവും. ഇനി മറ്റൊരു ഫളലാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, അൻ ആസിം ഇബ്നു ഉബൈദില്ലാഹ് ഖാല സമിഅതു അബ്ദുല്ലാഹി ഇബ്നു ആമിർ ഇബ്നു റബീഅ യുഹദ്ദിസു അൻ അബീഹി ഖാല സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്തുബു യഖൂലു മൻ സ്വല്ല അലയ്യ സ്വലാതൻ ലം തസലിൽ മലായികതു തുസല്ലി അലൈഹി മാ സ്വല്ല അലൈഹി ഫൽയുഖില്ല അബ്ദുൻ മിൻ ദാലിക ഔ ലിയുക്സിർ. അബ്ദുല്ലാഹി ഇബ്നു ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു തആല അൻഹു തൻ്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കെ അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞതാണ്. എന്താണ് പറഞ്ഞത്? മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ, ആരെങ്കിലും എൻ്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ലം തസലിൽ മലായികതു തുസല്ലി അലൈഹി മാ സ്വല്ല അലൈഹി, മലക്കുകൾ അയാളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കും. അഥവാ മലക്കുകൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ലം തസലിൽ മലായികതു തുസല്ലി അലൈഹി മാ സ്വല്ല അലയ്യ, എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന എത്ര നേരമാണോ ചൊല്ലുന്നത് അത്രയും നേരം മലക്കുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഫലിയുഖില്ല അബ്ദുൻ മിൻ ദാലിക ഔ ലിയുക്സിർ, അതുകൊണ്ട് ഒരടിമ കുറയ്ക്കട്ടെ അതല്ലെങ്കിൽ വർദ്ധിപ്പിക്കട്ടെ, കുറച്ചാലും ശരി വർദ്ധിപ്പിച്ചാലും ശരി, എത്രയാണെങ്കിലും ശരി, നിങ്ങൾ സ്വലാത്ത് ചൊല്ലുന്ന കാലത്തോളം മലക്കുകളുടെ ദുആ, മലക്കുകളുടെ സ്വലാത്ത് നിങ്ങൾക്കുണ്ടാകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു 10 തവണ നമ്മെ മലഉൽ അലയിൽ ഓർക്കുന്നു, 10 നന്മകൾ രേഖപ്പെടുത്തുന്നു, 10 പാപങ്ങൾ മായ്ച്ചു കളയുന്നു, സ്വർഗത്തിൽ 10 ദറജകൾ വർദ്ധിപ്പിച്ചു തരുന്നു, നമ്മുടെ സങ്കടങ്ങൾ ഇല്ലാതെയാക്കുന്നു, നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരുന്നു. അതിനു പുറമെ മലക്കുകളുടെ നിരന്തരമായ പ്രാർത്ഥന സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്കുണ്ടാകും. സഹോദരങ്ങളെ, മലക്കുകളുടെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അതിനെ ഒരിക്കലും നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. മലക്കുകളുടെ പ്രാർത്ഥന ഒരിക്കലും നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും, വഅമ്മ സ്വലാത്തു മിനൽ മലായികതി ഫബിമഅന ദുആഇ ലിന്നാസി വൽ ഇസ്തിഗ്ഫാർ. നേരത്തെ സൂറത്തുൽ അഹ്സാബിലെ 43-ാമത്തെ ആയത്ത് നമ്മൾ പറഞ്ഞു. ആ ആയത്തിൽ മലക്കുകളും നിങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് നേരുന്നു എന്നുണ്ടല്ലോ. ഹുവല്ലദീ യുസല്ലി അലൈക്കും വ മലായികതു, മലക്കുകളും സ്വലാത്ത് നേരുന്നു. മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അത് ദുആ ആണ്, പ്രാർത്ഥനയാണ്. ഫബിമഅന ദുആഇ ലിന്നാസി വൽ ഇസ്തിഗ്ഫാർ,
വിശ്വാസികൾക്ക് വേണ്ടി പാപമോചനം തേടലും പ്രാർത്ഥനയുമാണത്. കഖൗലിഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഗാഫിറിലെ 7 മുതൽ 9 വരെയുള്ള വചനങ്ങളിൽ പറഞ്ഞതുപോലെ എന്താണ് അതിലുള്ളത്? അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു, അർശിൻ്റെ വാഹകരായ മലക്കുകളും അതിനു ചുറ്റിലുമുള്ള മലക്കുകളും യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. വയുക്മിനൂന ബിഹി, അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു, വിശ്വാസികൾക്ക് വേണ്ടി അവർ ഇസ്തിഗ്ഫാർ നടത്തുന്നു. വിശ്വാസികൾക്ക് വേണ്ടി അവർ ഇസ്തിഗ്ഫാർ നടത്തുന്നു. എന്നിട്ട് അവർ പ്രാർത്ഥിക്കുന്നത് എന്താണ്? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വ ഇൽമ, എല്ലാ വസ്തുക്കളിലും നിന്റെ കാരുണ്യവും അറിവും വിശാലമായിരിക്കുന്നു. അതുകൊണ്ട് ഫഗ്ഫിർ ലില്ലദീന താബു, തൗബ ചെയ്യുന്നവർക്ക് നീ പുറത്തു കൊടുക്ക് റബ്ബേ. വത്തബഉ സബീലക്, നിന്റെ വഴി പിന്തുടരുന്ന ആളുകൾക്ക് നീ പുറത്തു കൊടുക്ക് റബ്ബേ. വഖിഹിം അദാബൽ ജഹീം, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് നീ അവരെ കാത്തുരക്ഷിക്കണമേ. റബ്ബനാ വഅദ്ഖിൽഹും, അല്ലാഹുവേ നീ അവരെ പ്രവേശിപ്പിക്കണമേ. ജന്നാതി അദ്നിനില്ലതി വഅദ്തഹും, നീ വാഗ്ദത്തം ചെയ്ത സുഖാനുഗ്രഹത്തിന്റെ സ്വർഗ്ഗത്തിൽ. വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, അവരുടെ സാലിഹീങ്ങളായ മാതാപിതാക്കളെയും ഇണകളെയും മക്കളെയും എല്ലാവരെയും നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. ഇന്നക അൻതൽ അസീസുൽ ഹക്കീം, നീ പ്രതാപിയും മഗാധജ്ഞനുമാണ്. വഖിഹിമുസ് സയ്യിആത്ത്, എല്ലാ തിന്മകളിൽ നിന്നും, ഈ ലോകത്തിലെയും പരലോകത്തിലെയും ഷർറുകളിൽ നിന്നും നീ അവരെ കാത്തുരക്ഷിക്കണമേ. വമൻ തഖിസ് സയ്യിആതി യൗമഇദിൻ ഫഖദ് റഹിംത, അന്നേ ദിവസം സയ്യിആത്തുകളിൽ നിന്ന് നീ ആരെയാണോ കാത്തുരക്ഷിക്കുന്നത് അവരോട് നീ കാരുണ്യം കാണിച്ചിരിക്കുന്നു. അപ്പോൾ വളരെ ഗംഭീരമായ അർത്ഥഗർഭമായ പ്രാർത്ഥനയാണ് മലക്കുകളുടെ പ്രാർത്ഥന. അത് നിസ്സാരമല്ല. നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ, സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗ്ഗലോകത്ത് നമ്മളെ പ്രവേശിപ്പിക്കാൻ, മാതാപിതാക്കളെയും അതേപോലെ തന്നെ ഇണകളെയും മക്കളെയും സ്വർഗത്തിൽ ഒരുമിപ്പിക്കാൻ, എല്ലാതരം ഷർറുകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കാനെല്ലാം മലക്കുകൾ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുകൊണ്ട് മലക്കുകളുടെ പ്രാർത്ഥനയെ ഒരിക്കലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നിസ്സാരമായി കാണരുത്. ആ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കാൻ കാരണമായി തീരുന്ന പ്രവൃത്തിയാണെന്ത്? സ്വലാത്ത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ ലം തസലിൽ മലായികതു തുസല്ലി അലൈഹി, മലക്കുകൾ ഈ സ്വലാത്ത് ആ വ്യക്തി നിർത്തുന്നതുവരെ മലക്കുകളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് നേരത്തെ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, നീ ധാരാളമായി സ്വലാത്ത് ചൊല്ലിയാൽ നിന്റെ സങ്കടങ്ങളൊക്കെ ഇല്ലാതെയാകും. കാരണം അള്ളാഹുവിനോട് ശുപാർശ പറയുന്നത് ആരാണ്? മലക്കുകളാണ്. ഒരു സ്വലാത്തിന് 10 തവണ അള്ളാഹു തന്നെ പ്രശംസിക്കുമെങ്കിൽ പിന്നെ എന്തൊരു നിഅമത്താണ്, റഹ്മത്താണ് ആ വ്യക്തിക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് മലക്കുകൾ നിരന്തരമായി വിശ്വാസികൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലും. നാം പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന കാലത്തോളം. അതേപോലെ തന്നെ ലിയുഖ്രിജകും മിനൽ-ളുലുമാതി ഇലൻ-നൂർ, സൂറത്തുൽ അഹ്സാബിലെ 43-ൽ നിങ്ങളെ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരാനും മലക്കുകൾ പ്രാർത്ഥിക്കുന്നു. ഐ ബിസബബി റഹ്മതിഹി ബികും വസനാഇഹി അലൈക്കും വദുആഇ മലായികതിഹി ലക്കും യുഖ്രിജുകും മിൻ ളുലുമാതിൽ ജഹ്ലി വദ്ദലാലി ഇലാ നൂരിൽ ഹുദാ വൽ യഖീൻ. അല്ലാഹു നിങ്ങളെ പ്രശംസിച്ചു പറയും, അള്ളാഹുവിൻ്റെ റഹ്മത്ത് നിങ്ങൾക്ക് ലഭിക്കും. അതിനു പുറമെ മലക്കുകളുടെ ശുപാർശയും ഉണ്ടാകുമ്പോൾ അജ്ഞതയുടെയും വഴികേടിൻ്റെയും അന്ധകാരത്തിൽ നിന്ന് അറിവിൻ്റെയും യഖീനിൻ്റെയും സന്മാർഗത്തിൻ്റെയും പ്രകാശത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ കൊണ്ടുവരുന്നു. ഹുവല്ലദീ യുസല്ലി അലൈക്കും വമലായികതുഹു ലിയുഖ്രിജകും മിനൽ-ളുലുമാതി ഇലൻ-നൂർ. അപ്പോൾ സ്വലാത്തിലൂടെ, അള്ളാഹുവിൻ്റെ സ്വലാത്തിലൂടെ, മലക്കുകളുടെ സ്വലാത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഹിദായത്താണ്, സന്മാർഗമാണ്, സ്വർഗമാണ്, കുടുംബത്തോടൊപ്പം ഒത്തുചേരലാണ്. അങ്ങനെ തുടങ്ങി ഒട്ടനവധി നിഅമത്തുകൾ, ഇഹത്തിലും പരത്തിലുമുള്ള സകല സങ്കടങ്ങൾക്കും ബേജാറുകൾക്കുമുള്ള പരിഹാരമാണ്. പക്ഷേ അതെല്ലാം ലഭിക്കുന്നത്, അതിന് ഏറ്റവും വലിയ കാരണമായി തീരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഒരു ഹദീസ് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രവാചകന്റെ പേരിലുള്ള സ്വലാത്തിൻ്റെ മഹത്വവുമായി ബന്ധപ്പെട്ട ഭാഗം നാം തൽക്കാലം അവസാനിപ്പിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ, അടുത്ത ക്ലാസ്സിൽ എപ്പോഴൊക്കെയാണ് പ്രവാചകന്റെ പേരിൽ പ്രത്യേകമായി സ്വലാത്ത് ചൊല്ലേണ്ടത്, ഏതെല്ലാം രൂപത്തിലാണ് പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലേണ്ടത്, അതേപോലെ തന്നെ ഏതെല്ലാം നിലക്കുള്ള സ്വലാത്തുകൾ നമുക്ക് പാടില്ലാത്തതാണ്, ഈ വക കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നമ്മൾ വിശദീകരിക്കും. ഇബ്നു മാജ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, അൻ അബി ദർദാഇ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, അക്സിറു സ്വലാത്ത അലയ്യ യൗമൽ ജുമുഅ, നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം എൻ്റെ പേരിൽ കൂടുതൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. കാരണം ഫഇന്നഹു മശ്ഹൂദുൻ തശ്ഹദുൽ മലായിക,
യൗമുൽ മഷ്ഹൂദ്, വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ സാക്ഷ്യമുണ്ടാകുന്ന ദിവസമാണ്. ഇവിടെ സ്വലാത്തിന് മലക്കുകൾ സാക്ഷിയാകും എന്നും അർത്ഥമാകാം. അതേ സന്ദർഭത്തിൽ തന്നെ വെള്ളിയാഴ്ചയെക്കുറിച്ച് സാക്ഷ്യം വഹിക്കുന്ന ദിവസം എന്ന് പറയപ്പെട്ടതിനാൽ അത് വെള്ളിയാഴ്ചയെക്കുറിച്ചുമാകാം. ഫഇന്നഹു മഷ്ഹൂദുൻ തഷ്ഹദുഹുൽ മലായിക, വെള്ളിയാഴ്ച ദിവസം ധാരാളമായി മലക്കുകളുണ്ടാകും. അതുകൊണ്ട് തന്നെ ആ ദിവസത്തിൽ നാം ചൊല്ലുന്ന സൽക്കർമ്മങ്ങൾക്ക്, നാം പ്രവർത്തിക്കുന്ന സൽക്കർമ്മങ്ങൾക്കെല്ലാം തന്നെ മലക്കുകൾ സാക്ഷികളുമായിരിക്കും. വ ഇന്ന അഹദൻ ലൻ യുസല്ലി അലയ്യ ഇല്ലാ ഉരിദത് അലയ്യ സ്വലാത്തുഹു, ആരെങ്കിലും എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് എനിക്ക് കാണിക്കപ്പെടും. ഹത്താ യഫറുഗ മിൻഹ, അയാൾ സ്വലാത്തിൽ നിന്ന് വിരമിക്കുന്നതുവരെ. ഖാല ഖുൽതു വബഅദൽ മൗത്ത്, മരണശേഷവും അങ്ങനെ തന്നെയാണോ നബിയെ? അബൂദർദാ റളിയല്ലാഹു അൻഹു ചോദിച്ചു, വബഅദൽ മൗത്ത്, മരണശേഷവും നിങ്ങൾക്ക് കാണിക്കപ്പെടുമെന്നാണോ? ഖാല വബഅദൽ മൗത്ത്, അതെ മരണശേഷവും. കാരണം ഇന്നല്ലാഹ ഹറമ അലൽ അർളി അൻ തഅകുല അജ്സാദൽ അംബിയാ, അംബിയാക്കളുടെ ജസദുകളെ മണ്ണ് തിന്നുകയില്ല, അത് അല്ലാഹു മണ്ണിന് ഭൂമിക്ക് ഹറാമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മരണശേഷവും എനിക്കത് കാണിക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസം സ്വലാത്തുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുവാനും അത് സാക്ഷ്യം വഹിക്കപ്പെടുന്ന ദിവസമാണ് എന്നും അതുകൊണ്ട് തന്നെ അന്നത്തെ സ്വലാത്തും സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ് എന്നും മലക്കുകൾ അതെനിക്ക് എത്തിച്ചു തരുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന് സ്വലാത്ത് എപ്രകാരമാണ് കാണിക്കപ്പെടുന്നത്, അതിന് അള്ളാഹു നിശ്ചയിച്ച സംവിധാനം എന്താണ്, ഏതൊക്കെ സന്ദർഭത്തിലാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്, ഏതെല്ലാം രൂപത്തിൽ സ്വലാത്തുകൾ ചൊല്ലാവുന്നതാണ്, ഏത് സന്ദർഭങ്ങളിൽ അത് പാടില്ലാത്തതാണ് എന്നതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീക്ക് ചെയ്യട്ടെ. ചുരുക്കത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് സ്വലാത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മലഉൽ അലയിൽ, മലക്കുകളുടെ സഭയിൽ അള്ളാഹു പ്രശംസിച്ച് പറയലാണ്. ആ ഒരു പ്രശംസ പ്രവാചകന് കിട്ടണമെന്നുള്ള പ്രാർത്ഥനയാണ് മലക്കുകളുടെ ഭാഗത്തു നിന്നും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത്. അതിനാണ് നാം പ്രവാചകൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്ന് പറയുന്നത്. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിശദീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത്തിൻ്റെ പ്രാധാന്യം നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. സുദീർഘമായി ശുക്റിൻ്റെ സുജൂദ് പ്രവാചകൻ ചെയ്തത്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പേരിൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ, സലാം പറഞ്ഞാൽ തിരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയും ആ വ്യക്തിക്ക് സ്വലാത്ത് നേരും, സലാം നൽകും എന്ന ആ ഒരു സന്ദേശം, സന്തോഷ വാർത്ത ലഭിച്ച സന്ദർഭത്തിലാണ്. അതേപോലെ തന്നെ ഒരു സ്വലാത്ത് പ്രവാചകൻ്റെ പേരിൽ ചൊല്ലിയാൽ 10 സ്വലാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് വേണ്ടി നേരുന്നതാണ്. മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്നതാണ്, 10 നന്മകൾ രേഖപ്പെടുത്തുന്നതാണ്, 10 പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്, സ്വർഗത്തിൽ 10 ദർജകൾ വർദ്ധിപ്പിക്കപ്പെടുന്നതാണ്, എല്ലാ സങ്കടങ്ങളും ഇല്ലാതെയാവുന്നതാണ്, പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് എന്നിങ്ങനെ തുടങ്ങി ധാരാളം ഖൈറാത്തുകളും നമ്മൾ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കി. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പേരിൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലുക. വെള്ളിയാഴ്ച ദിവസവും നാം അത് വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.